ഹായ് ഹലോ എല്ലാവർക്കും 50ാമത്തെ ദിവസത്തെ ബിഗ് ബോസ് റിവ്യൂയിലേക്ക് സ്വാഗതം. നെവിനും ഷാനവാസും തമ്മിലുള്ള പ്രശ്നം നെവിൻ ഇതുവരെയായിട്ട് വിട്ടിട്ടില്ല. അവനൊരു ക്ലോഷർ കിട്ടിയിട്ടില്ല. അതാണ് അതിൻ്റെ കാരണവും. പിന്നെ നടന്നത് 8ാമത്തെ വീക്കിലെ നോമിനേഷനാണ്. നൂറയുടെ പവർ വെച്ചിട്ട് അക്ബറിനെയാണ് ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തത്. ബാക്കി എല്ലാവരും കൂടെ തിരഞ്ഞെടുത്തവർ എന്ന് പറയുന്നത് ജിസൈൽ, ആര്യൻ, സാബുമാൻ, ഷാനവാസ്, ആദില, ബിന്നി, ലക്ഷ്മി, അനീഷ്, അഭിലാഷ്, ജിഷിൻ. ഇതിൻ്റെ അകത്ത് ഈ ആഴ്ച ഇതുവരെയുള്ള ഈ 50 ദിവസത്തെ പെർഫോമൻസ് വെച്ചിട്ട് പോകാൻ ചാൻസ് ഉള്ളവരുടെ പേരും കൂടെ ഞാൻ 4 പേരുടെ പേരുകളും കൂടെ പറയുകയാണ്. ഇനി ഈ ആഴ്ചത്തെയും കൂടെ പെർഫോമൻസ് അനുസരിച്ചിരിക്കും ആരാണ് പോവുക ഇല്ല എന്നറിയാൻ. പക്ഷേ എന്നിരുന്നാലും ഞാനൊരു പ്രഡിക്ഷൻ നടത്തുകയാണ്. ഇപ്പോൾ ജിഷിൻ പോകാനൊരു ചാൻസ് ഉണ്ട്, ലക്ഷ്മി പോകാനൊരു ചാൻസ് ഉണ്ട്, ജിസൈൽ അല്ലെങ്കിൽ ആര്യൻ. ഈ 4 പേരിൽ ആരെങ്കിലും 2 പേര് പോകാനാണ് ചാൻസ് എന്നാണ് ഞാനിപ്പോൾ കാണുന്നത്. നാളെ അത് മാറിയേക്കാം. ഓരോ ദിവസവും ക്രൂഷ്യലാണ് ഇവർക്ക് വേണ്ടി. പക്ഷേ ഇത് ഉള്ളിലുള്ളവർക്ക് അറിയത്തില്ല എന്ന് തോന്നുന്നു. ലൈവൊക്കെ കാണുമ്പോൾ ഇപ്പോൾ വലിച്ചു നീട്ടലാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എല്ലാവരും അല്ലെങ്കിൽ അവിടെ എവിടെയൊക്കെ കിടന്ന് ഉറങ്ങുന്നു, ഒന്നും ആക്റ്റീവ് അല്ല. ആകെ അനീഷിനെ മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ലൈവിൽ ആക്റ്റീവായിട്ട് കാണുന്നത്. പിന്നെ മിറാഷ് ടീം വരുന്നതിൻ്റെ ഭാഗമായിട്ട് ആ സിനിമയുടെ ട്രെയിലർ കാണിച്ചിട്ട് അവർ കഥ പ്രഡിക്റ്റ് ചെയ്യലായിരുന്നു. 3 ടീമായിട്ടാണ് തിരിച്ചത്. എനിക്കിഷ്ടപ്പെട്ടത് ബി ടീമിൻ്റെയാണ്, അക്ബറിൻ്റെ ടീം. എ ടീമിനാണ് ജിത്തു ജോസഫ് സാറ് സമ്മാനം കൊടുത്തത്. അവരും നന്നായി പ്രസൻറ്റ് ചെയ്തിരുന്നു. പക്ഷേ അതിൽ കൂടുതൽ എനിക്കിഷ്ടപ്പെട്ടത് ബി ടീമായിരുന്നു. പിന്നെ അർജുനെയൊക്കെ ബിഗ് ബോസ് ഹൗസിൽ കണ്ടപ്പോൾ പഴയ ശ്രീധുവിൻ്റെ ഓർമ്മയൊക്കെ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നു. അതിനുശേഷം പുതിയ ക്യാപ്റ്റനായ ഒനിൽ ടീം തിരിക്കലായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ വീക്കിൽ നല്ല അടി പൊട്ടാൻ ചാൻസ് ഉണ്ട്. ഓൾറെഡി ഉള്ള വെസൽ ടീമിലും കിച്ചൺ ടീമിലും ഒക്കെ എങ്ങനെയാവുമെന്ന് നമുക്ക് കണ്ടറിയാം. പിന്നെ നടന്നത് 50 ഡേയ്സ് ക്ലാസിക് അവാർഡ് ഷോ ആയിരുന്നു. അത് കുറച്ച് ഫണ്ണായിട്ട് എല്ലാവരും എടുത്തെന്ന് തോന്നി. അല്ലെങ്കിൽ സാധാരണ പരിഭവം പറഞ്ഞിരിക്കുന്നതൊക്കെ കാണാം. പക്ഷേ ഇന്ന് അതൊന്നും കാണാൻ ഇടയായില്ല. ഇന്നത്തെ ദിവസം ഒരിടത്തോടെ എല്ലാവരും നോട്ടീസ് ചെയ്തത് ആര്യൻ്റെയും ജിസൈലിൻ്റെയും കാര്യമാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഗെയിമർ ആവേണ്ടതായിരുന്നു ആര്യൻ. പക്ഷേ ജിസൈലിൻ്റെ വാലയെ തൂങ്ങിയിട്ട് ജിസൈലിൻ്റെ തുണി അലക്കുക, ജിസൈലിന് പാത്രം കഴുകി കൊടുക്കുക, ജിസൈലിന് വയ്യാത്തപ്പം ബാത്റൂം കഴുകി കൊടുക്കുക, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ആര്യൻ്റെ പരിപാടി. സ്വന്തമായിട്ടൊരു വ്യക്തിത്വം ഇല്ലാതായി മാറുന്നു. അത് ജിസൈൽ നന്നായി യൂസ് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഓരോ വീക്കിൽ ആരൊക്കെ പോകുമെന്ന് കറക്റ്റ് പ്രഡിക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സമ്മാനം തരുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്ത്? അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതിനനുസരിച്ച് ഞാൻ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യപ്പെടുന്നതാണ്. സോ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക. പറ്റുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.